ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിതേഷ്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് പറയുകയാണ്. കാരണം കൊറോണ ഇത്ര അധികമായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ കാണിച്ച മനസ്സിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. കാരണം കൊറോണയല്ല, ഇനി സുനാമി വന്നാലും പരീക്ഷ നടത്തണമെന്ന് അധികൃതർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നടത്തുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ KEAM കഴിഞ്ഞു, +2 റിസൾട്ട് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ബേജാറാവേണ്ട ബേജാറെന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് JEE വരാനുണ്ട്, നീറ്റ് വരാനുണ്ട്, കുസാറ്റ് വരാനുണ്ട്, കുസെറ്റ് വരാനുണ്ട്, വേറെ കുറേ എക്സാമൊക്കെ വരാനുണ്ട്. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. എപ്പോഴാണ് ഈ KEAM നടക്കേണ്ടത്? ഏപ്രിലല്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ പകുതി. അപ്പോൾ ഇത്രയും മാസം നിങ്ങൾക്ക് കിട്ടിയിട്ട് ഈ തലച്ചൂടെ പോകുന്ന പരീക്ഷയുടെ ഒരാഴ്ച മുമ്പും 2 ആഴ്ച മുമ്പാണ് പല ഫ്രണ്ട്സും പഠിക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇനി JEE നീറ്റിനൊന്നും ഇതൊന്നും പോരാ. ഈ ഒരു മാസം, ഈ ജൂലൈ നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് എന്നാലും നല്ല മാർക്ക് കിട്ടും. ഇനി KEAM പരീക്ഷേനെ കുറിച്ച് പറയാം. ഞാൻ ഫുള്ള് നോക്കിയിട്ടില്ല, എന്നാലും നോക്കിയത് വെച്ചൊരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചു. അവരൊക്കെ പറഞ്ഞത് പരീക്ഷ ഈസി ആയിരുന്നു, ടൈം കിട്ടിയില്ല എന്നതാണ്. കുറേ ആൾക്കാരോട് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്ത് പോകാൻ പറഞ്ഞിരുന്നു. അവർക്കൊക്കെ പരീക്ഷ ഈസി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. ജസ്റ്റ് നമ്പർ മാറ്റിയിട്ട് മോഡൽ മാത്രം ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പരാതി പറഞ്ഞത് ഫുൾ ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റിയില്ല. മാത്സിലൊന്നും അവസാനത്തെ 30 ക്വസ്റ്റ്യൻസ് കണ്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് പരമാവധി ചെയ്ത് പഠിക്കണം. അതായത് 2.5 മണിക്കൂർ എക്സാം വെച്ച് തന്നെ നിങ്ങൾ ആ സ്കില്ല് ഉണ്ടാക്കണം, ടൈം മാനേജ്മെൻറ്റ്. കുറേ സ്റ്റുഡൻസ് അത് നേരിട്ടിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻസ് കാണാതെ ഒന്ന് അറ്റൻഡ് ആക്കാൻ പോലും പറ്റാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പോൾ JEE നീറ്റിന് അതൊക്കെ നിങ്ങൾ പരിഹരിക്കുക. പിന്നെ മാത്സ് പൊതുവെ ഈസിയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ടൈം കിട്ടാത്തതിൻ്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. കെമിസ്ട്രി പിന്നെ ഡയറക്റ്റായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് നോക്കുക, കറുപ്പിക്കുക, നോക്കുക, കറുപ്പിക്കുക, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഫിസിക്സ് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്നിരുന്നാലും വളരെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 60 ക്വസ്റ്റ്യൻ, 59 ക്വസ്റ്റ്യൻ +2 നിന്നും അത്ര തന്നെ ക്വസ്റ്റ്യൻസ് +1 നിന്നും ചോദിച്ചു. നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. നിങ്ങളൊരു ആവറേജ്, എബോവ് ആവറേജ് പഠിച്ചിട്ട് പോയ ഒരു കുട്ടിയാണെങ്കിൽ വെറുതെ ഒന്നും പഠിക്കാതെ പെണ്ണും കറക്കി പോയ പിള്ളേരല്ല. പരീക്ഷയുടെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പരീക്ഷ ഈസിയാണോ, ഹാർഡാണോ, മീഡിയം ആണോ എന്നൊക്കെ. ഒന്നും വായിക്കാതെ പെണ്ണും കറക്കി പോയവർക്ക് ഒരു ഇംപ്രഷനും തോന്നില്ല. അത് വിട്ടെ, പരീക്ഷ ഈസി ആണെങ്കിൽ നിങ്ങൾ കരുതേണ്ടത് എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈസി ആയിരിക്കും. ഒരുപക്ഷെ പരീക്ഷ ടഫാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും പൊതുവെ ടഫായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടഫ് ആവുന്നതാണ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് നല്ലത്. കാരണം അപ്പോൾ അവർക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. പരീക്ഷ ഈസി ആയാലുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ എല്ലാവരും ആൻസർ ചെയ്യും. അപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് വരാൻ പറ്റും. ഈ സ്കോറും റാങ്കും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ നല്ല സ്കോർ കിട്ടിയാൽ ഈ KEAM പരീക്ഷയിൽ നല്ല റാങ്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അത് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെ 240 ക്വസ്റ്റ്യനല്ലേ ഉള്ളത്, 120 അതിലൊരു 160 ക്വസ്റ്റ്യൻ്റെ മീത്ത് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണ്. ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ മാക്സിമം പഠിക്കുക. സാധാരണ ഏത് എൻട്രൻസിന് പോയാലും റിപ്പീറ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഈ KEAM എക്സാമിൽ അത് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈസിയും ഒക്കെ വന്നത്. അതുകൊണ്ട് റിപ്പീറ്റേഴ്സ്, ഫ്രഷേഴ്സ് തമ്മിലുള്ള ഒരു അന്തരം ഈ എക്സാമിന് ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവർക്കും പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അത്. പിന്നെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടു, കൂട്ടം കൂടി നിന്ന ആളുകളൊക്കെ. എൻ്റെ പ്രാർത്ഥന ഇപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണേ, റാങ്ക് കിട്ടണേ എന്നൊന്നുമല്ല, നിങ്ങൾക്ക് ആർക്കും കൊറോണ വരില്ല എന്നാണ്. ഒന്നും കൂടി പരീക്ഷ എഴുതാൻ പോയ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്.